ഒരു സെയിൽസ് പ്രൊഫഷണൽ വളർത്തിയെടുക്കേണ്ട രണ്ടാമത്തെ സൂപ്പർ സ്കില്ല് എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ്. ഒരു സെയിൽസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ സെയിൽസ്മാൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് ഇടപെടുമ്പോൾ അവരിൽ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്കിൽ ഉണ്ടാവണം. എന്താണ് റെസിലിയൻസ് എന്ന് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എബിലിറ്റി, ഒരു കഴിവാണ്. എന്തിനു വേണ്ടി? ടു കോപ്പ് വിത്ത് adversity and also to adopt to change and bounce back from setbacks. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു സെയിൽസ് പ്രൊഫഷണലിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും അതിനെ തരണം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മുക്തനായി മാറി തിരിച്ചു വരിക എന്നുള്ളതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രൊഫഷണൽ ലൈഫിൽ ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഹീറോ ജേർണിയിൽ പ്രോസ്പെക്റ്റിങ്ങിന് ശേഷം ആ ലീഡ് ജനറേറ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിനെ ഒരു പ്രോഡക്റ്റോ സർവീസോ ആയിട്ട് ബന്ധിപ്പിച്ച് അദ്ദേഹത്തിനെ ആ ഒരു സെയിൽസ് ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നത് വരെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പറയുന്ന റിജക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സെയിൽസ് പ്രൊഫഷണൽ ഫേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിൽ നിന്നൊരു തിരിച്ചു കയറൽ, അതായത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഒരു സൂപ്പർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ആ സ്കില്ലിൻ്റെ പേരാണ് റെസിലിയൻസ് അല്ലെങ്കിൽ എന്താണ് ജീവനം എന്ന് പറയുന്നത്. അപ്പം ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്തിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കഴിവ്, പ്രാപ്തി ഡെവലപ്പ്